ഇറ്റ്സ് മീ അനു. ഒരു ചായക്കഥ പറയല്ലേ? ഈ ചായക്കഥ കാരണം എനിക്ക് ക്ഷമ എന്തുവാന്ന് മനസ്സിലായ ഒരു കഥയാണ്. എന്ന് പറയുമ്പോൾ ഒരിടത്ത് ഒരു പാവം പിടിച്ചൊരു കൊച്ചുണ്ടായിരുന്നു. ആ പാവം പിടിച്ച കൊച്ച് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പാല് സൊസൈറ്റിയിൽ പോയി വാങ്ങിച്ച് വീട്ടിൽ വന്ന് ചായ ഇട്ട് കുടിച്ച് അങ്ങനെ പാവം കൊച്ച്. ആ കൊച്ച് അവിടെ നിന്ന് പത്രം വായിക്കുന്നത്. പണ്ടൊക്കെ കൊച്ചിന് ഇഷ്ടമേ അല്ലായിരുന്നു ഇങ്ങനെ പോയി സൊസൈറ്റിയിൽ പോകുന്നത്. അത് കൊച്ചിനൊരു അനിയത്തിയുണ്ട്. അനിയത്തി എന്ന് പറയുമ്പോൾ എന്നും അടിയാണ് ഇതിൻ്റെ പേരിൽ. എന്നും അവർ പ്ലാൻ ചെയ്ത് വെക്കും, ഇന്ന് നീയെങ്കിൽ നാളെ ഞാൻ, അങ്ങനെ ഒരു ഷിഫ്റ്റ് പ്ലാൻ ചെയ്തായിരുന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ആ കൊച്ചിന് അങ്ങനെയൊന്നും പോകണമെന്ന് ഇഷ്ടമല്ല. ആ കൊച്ചിന് തന്നെ പാലിന് പോയി വാങ്ങിച്ച് ചായ ഇട്ട് പത്രം വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് വേറെ. എനിക്കൊന്ന് ചായയും ബിസ്ക്കറ്റും കഴിച്ചാൽ പോലും ആ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കൊച്ചാരാന്ന് കിട്ടിക്കാണുമല്ലേ.